ഹൈക്കോടതിയും ശരിവെച്ചു. ഏത് നിമിഷവും വധശിക്ഷ നടപ്പാക്കുമെന്ന ഭീതിയിൽ സനായിലെ ജയിലിൽ നിമിഷപ്രിയ. നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ സനായിലെ ജയിലിൽ വർഷങ്ങളായി കഴിയുകയാണ്. വധശിക്ഷ സനായിലെ ഹൈക്കോടതിയും ശരിവച്ചതോടെ ശിക്ഷ ഏത് നിമിഷവും നടപ്പാക്കുമെന്നതിൽ ഇപ്പോൾ ആശങ്ക ഏറുകയാണ്. തന്റെ ജീവൻ രക്ഷിക്കാൻ എത്രയും വേഗം ഇടപെടണമെന്ന് അപേക്ഷിച്ച് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ജയിലിൽ നിന്ന് സ്വന്തം കൈപ്പടയിൽ കത്തെഴുതിയിരിക്കുകയാണ് നിമിഷപ്രിയ. ഏത് നിമിഷവും വധശിക്ഷ നടപ്പാക്കിയേക്കുമെന്ന ആശങ്കയിലാണ് യുവതിയുടെ കത്ത്. തന്റെ ജീവൻ രക്ഷിക്കാനും ജയിൽ മോചിതയാകാനും എത്രയും വേഗം ഇടപെടൽ നടത്തണമെന്നാണ് ഇവർ കത്തിലൂടെ അപേക്ഷിച്ചിരിക്കുന്നത്. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവർക്കും നിമിഷപ്രിയ ജയിലിൽ നിന്ന് കത്തയച്ചിട്ടുണ്ട്. ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സായ നിമിഷപ്രിയയുടെ മോചനത്തിനായി വ്യവസായി MA യൂസഫ് അലി അടക്കം ഇടപെട്ടിരുന്നു. ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തി വാട്ടർ ടാങ്കിൽ തള്ളിയെന്ന കേസിൽ നിമിഷപ്രിയയെ കഴിഞ്ഞ വർഷമാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. തന്റെ ജീവൻ രക്ഷിക്കാനും ജയിൽ മോചിതയാകാനും എത്രയും വേഗം ഇടപെടൽ നടത്തണമെന്നാണ് നിമിഷപ്രിയ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തിൽ അപേക്ഷിക്കുന്നത്. വധശിക്ഷ സനായിലെ ഹൈക്കോടതിയും ശരിവച്ചതോടെ മരിച്ച തലാലിന്റെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകൂ എന്ന അവസ്ഥയാണ്. ധനം നൽകാൻ തയ്യാറാണെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നേരത്തെ അറിയിച്ചിരുന്നതാണ്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി യമനിൽ ഒരു വക്കീലിനെ നിയമിച്ചിരുന്നു. എന്നാൽ തലാലിന്റെ കുടുംബവുമായി നേരത്തെ ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും ദയാധനം സ്വീകരിക്കുന്ന കാര്യത്തിൽ തലാലിന്റെ കുടുംബത്തിലെ 2 അംഗങ്ങളാണ് എതിർത്ത് നിൽക്കുന്നത്. ഈ 2 പേരൊഴികെ മറ്റുള്ളവരുടെ സമ്മതമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ഇനി എന്ത് എന്ന കാര്യത്തിൽ ആക്ഷൻ കൗൺസിലിനും വ്യക്തതയില്ല. തലാൽ അബ്ദു മഹദിയെ 2017 നിമിഷപ്രിയ കൊലപ്പെടുത്തിയത്. സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂര പീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നിമിഷയുടെ വാദം. മയക്കുമരുന്ന് കുത്തിവെച്ചാണ് നിമിഷ തലാലിനെ കൊല്ലുന്നത്. എന്നാൽ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും തലാലിന്റെ കൈവശമുണ്ടായിരുന്ന പാസ്പോർട്ട് വീണ്ടെടുക്കുകയായിരുന്നു ലക്ഷ്യമെന്നും നിമിഷപ്രിയ പറഞ്ഞിരുന്നു. തന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ ജയിൽ വാർഡൻ തലാലിൽ നിന്നും രക്ഷപ്പെടാൻ പാസ്പോർട്ട് സ്വന്തമാക്കണമെന്നും അതിനായി അവനെ മയക്കാൻ ശ്രമിക്കണമെന്നും പറഞ്ഞു. അവസരം ലഭിച്ചപ്പോൾ നിമിഷ തലാലിന്റെ മേൽ കെറ്റാമൈൻ എന്ന മയക്കുമരുന്ന് കുത്തിവെക്കുകയായിരുന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അയാൾ മയങ്ങി വീണെങ്കിലും മരിക്കുകയായിരുന്നു. ഭയപ്പെട്ട നിമിഷ അവളുടെ സുഹൃത്തായ ഹനാനെ വിളിക്കുകയും തലാലിന്റെ മൃതദേഹം മാറ്റാൻ നിർദ്ദേശിച്ചതിനെ തുടർന്ന് മൃതദേഹം വെട്ടിമാറ്റി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു. കൊല്ലപ്പെട്ട തലാലിന്റെ നാട് ഹൂതി വിമതരായ ഇസ്ലാമിക ഗോത്രവർഗക്കാരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ്. കടുത്ത ഇസ്ലാം നിയമങ്ങൾ പിന്തുടരുന്ന വിഭാഗമാണ് ഇവർ. അതുകൊണ്ട് തന്നെ കൊലപാതകത്തിനേക്കാൾ കൂടുതൽ അവരെ പ്രകോപിപ്പിച്ചത് കൊലപാതക ശേഷം മൃതദേഹം വികൃതമാക്കിയെന്ന കുറ്റമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.